Okay. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് എ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് എ സ്ട്രക്ചർ. അപ്പോൾ അതിനകത്ത് നമ്മൾ ബിൽഡിംഗ് ഷേപ്പ്, സ്ട്രക്ചറൽ എലമെന്റ്സ്, ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്, സർവീസ് ഫിനിഷസ്, കോസ്റ്റ് എസ്റ്റിമേഷൻ. കോസ്റ്റ് എസ്റ്റിമേഷനകത്ത് ഫസ്റ്റ് വൺ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്റ്റഡ് ഫെസിലിറ്റീസ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്റ്റഡ് ഫെസിലിറ്റീസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വൺ സെക്കൻഡ്, അപ്രോച്ചസ് ടു കോസ്റ്റ് എസ്റ്റിമേഷൻ. അപ്പോൾ കോസ്റ്റ് എസ്റ്റിമേഷനകത്ത് സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോച്ചസ് ടു കോസ്റ്റ് എസ്റ്റിമേഷൻ. അപ്പോൾ എന്തൊക്കെ അപ്രോച്ചസ് ആണ് നമ്മൾ ഒരു കോസ്റ്റ് എസ്റ്റിമേഷനകത്ത് ചെയ്യുന്നത്? So a cost estimate establishes the baseline of the project cost at different stage of development of a project. A cost estimation at a given stage of project development represent a prediction provided by cost engineer or estimator on the basis of available data. Just ഒരു എന്താണ് ഒരു നമുക്ക് എപ്പോഴും അതൊരു ആക്യുറേറ്റ് വാല്യൂ ആവണമെന്നില്ല. എന്താണ് പ്രഡിക്ഷൻ ആണ്. ആ പ്രഡിക്ഷനകത്തു നിന്ന് നമുക്ക് എന്താണ് കുറച്ച് ചേഞ്ചസ് വരാം. കുറച്ച് ചേഞ്ചസ് നമുക്ക് ഫൈനൽ എസ്റ്റിമേറ്റായിട്ട് വരാം. അപ്പോൾ എന്താണ് വളരെ ചെറിയൊരു വേരിയേഷൻ അക്സെപ്റ്റബിൾ ആകുള്ളൂ. അതിൽ കൂടുതൽ വേരിയേഷൻ നമ്മുടെ പ്രോജക്റ്റിൽ വരുവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അപ്പോൾ ആ ചെയ്യുന്നതാണ് ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് കോസ്റ്റ് എഞ്ചിനീയേഴ്സ്, cost engineering is defined as the area of engineering practice where engineering judgment and experience are utilized in the application of scientific principles and techniques to the problem of cost estimation, cost control, and profitability. So the American Association of Cost Engineers in the definition ആണ് cost engineering is defined as, our estimation അല്ല പറഞ്ഞ, cost engineering is defined as that area of engineering practice where engineering judgment and experience are utilized in the application of scientific principles and techniques to the problems of cost estimation, cost control, and profitability. ഇനി അപ്രോച്ചസ് ടു കോസ്റ്റ് എസ്റ്റിമേഷൻ നമുക്ക് 2-3 സബ് ഡിവിഷൻസ് ആയിട്ട് പറയാം. അത് ഫസ്റ്റ് പറയുന്നതാണ് എംപിറിക്കൽ കോസ്റ്റ് ഇൻഫറൻസ്. എംപിറിക്കൽ കോസ്റ്റ് ഇൻഫറൻസ്. സോ ഇവിടെ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രീവിയസ് വർക്ക്സിന്റെ ഡീറ്റെയിൽസും അപ്പോൾ അതുമായിട്ടുള്ള കമ്പാരിസണും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ കോസ്റ്റ് പറയുക. ഇപ്പോൾ ഇതാണ്ട് എനിക്ക് ഇവിടെ ഒരു മൾട്ടി സ്റ്റോറി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇത് ഫോർ എക്സാമ്പിൾ ഇത് ട്രിവാൻഡ്രം സിറ്റി ആണെന്ന് വിചാരിക്കുക. ട്രിവാൻഡ്രം സിറ്റിയുടെ നടുക്ക് എനിക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നിയർ ബൈ എന്തുണ്ടാകും? ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത കോംപ്ലക്സസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇപ്പൊ വർക്ക് നടക്കുന്ന കോംപ്ലക്സസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെയൊക്കെ ഒരു കോസ്റ്റ് വെച്ച് നമ്മുടെ ബിൽഡിങ്ങിന്റെ കോസ്റ്റുമായിട്ട് ഒരു നമ്മുടെ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അതുമായിട്ടൊരു കമ്പാരിസൺ ഒക്കെ നടത്തി എടുക്കുന്നതാണ് എംപിറിക്കൽ കോസ്റ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഇതാണ് നമ്മൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ വരുന്നത്. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ ഒരു ലാൻഡ് മേടിച്ചു. ഒരു ലാൻഡ് ഞാൻ മേടിച്ചു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഒരു 30 സെന്റ് ലാൻഡ് മേടിച്ചു. 30 സെന്റ് വസ്തു മേടിച്ചു. 30 സെന്റ്. അപ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ ലാൻഡ് മേടിക്കുന്ന കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ അതൊരു 10 lakh rupees. 10 lakh rupees ഒന്നും അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്. ഞാൻ 30 സെന്റ്സ് ഓഫ് ലാൻഡ് 10 lakh rupees മേടിച്ചു. ഇനി എന്ത് വേണം? ഈ ലാൻഡ് ചിലപ്പോൾ അൺഡുലേറ്റഡ് ആയിരിക്കും. അപ്പൊ അൺഡുലേറ്റഡ് ലാൻഡ് ലെവൽ ചെയ്യണം. അപ്പൊ ലെവൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിന് നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോസ്റ്റ് മാറ്റി വെക്കണം. സോ ഇത് 10 lakh ആണ്. 2 zeros മിസ്സായി.
ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഈ ലാൻഡ് അൺഡുലേറ്റഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ലാൻഡ് ലെവൽ ചെയ്യണം നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത എന്താണ്? ലെവലിംഗിന്റെ കോസ്റ്റ്. ലെവലിംഗിന്റെ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു 50,000 rupees, 50,000 rupees. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് പ്ലാൻ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ പ്ലോട്ടിന് അനുയോജ്യമായ ഒരു ബിൽഡിംഗ് പ്ലാൻ ഡിസൈൻ ചെയ്യണം. അപ്പോൾ പ്ലാനിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പ്ലാനിങ്ങിനും അതിനും നമുക്കൊരു എമൗണ്ട് മാറ്റി വെക്കണം. ഫോർ എക്സാമ്പിൾ ഒരു 80,000 rupees നമുക്ക് ആ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചെലവായെന്ന് വിചാരിക്കുക. ഞാൻ ഈ പറയുന്നതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. അപ്പൊ നമുക്ക് എന്താണ്? ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തതിന് മുന്നേ, ഒരു ബിൽഡിങ്ങിന്റെ വർക്കിന് മുമ്പേ നമുക്ക് ഇത്രയും എമൗണ്ട് ചെലവായി. 50 lakh ലാൻഡ് മേടിക്കാൻ, 50,000 rupees ലാൻഡ് ലെവൽ ചെയ്യാൻ, 80,000 rupees എന്താണ് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് 80,000, ബിൽഡിങ്ങിന്റെ പ്ലാനിങ്ങും അതിന്റെ ഡിസൈനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് 80,000 rupees ചെലവായി. പക്ഷെ ഇപ്പൊ അത് എന്താണ് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് അല്ലെ, ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു. റെസിഡൻഷ്യൽ ബിൽഡിംഗ് 2 story റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താണ് ഒരുപാട് ആർക്കിടെക്ചറൽ ബ്യൂട്ടിയോടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണമെങ്കിലൊക്കെ അതിന്റെ പ്ലാനിങ്ങിനകത്തും അല്ലെങ്കിൽ ഡിസൈനിങ്ങിനൊക്കെ ഒരുപാട് കോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് 80,000 rupees പറഞ്ഞത്. ഇനി നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ലാൻഡ് മേടിച്ചു, ലാൻഡ് ലെവൽ ചെയ്തു, പ്ലാനിങ് ഒക്കെ ചെയ്തു. ഇനി എന്താണ്? ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഫസ്റ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ. എന്താണ്? ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ട്രെഞ്ച് കുഴിക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ വർക്ക്, എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇനി സെക്കൻഡ് എന്തായിരിക്കും ചെയ്യുന്നത്? ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടും. എർത്ത് വർക്ക് എക്സ്കവേഷൻ നമുക്ക് വേണമെങ്കിൽ 40,000 rupees, 40,000 ഒന്നും പോരാ, ഒരു 1 lakh rupees എർത്ത് വർക്ക് എക്സ്കവേഷന് എസ്റ്റിമേറ്റ് ഇട്ടു. 1 lakh. ഇനി എന്താണ് അടുത്തത്? എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ. ഇനി ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ അടുത്തൊരു എമൗണ്ട് ഇട്ടു. ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു 1.2 lakhs rupees ചെലവായി. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? ഫൗണ്ടേഷൻ അപ് ടു പ്ലിന്ത് ലെവൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 1,20,000 rupees ചെലവായി. ഇനി അത് ചെയ്യണം. ഇനി അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ വരെ കൺസ്ട്രക്ട് ചെയ്തിട്ട് സോയിലിട്ട് ഫില്ല് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വരെ സോയിലിട്ട് ലെവൽ ചെയ്യും. പിന്നെ അതിന്റെ മുകളിൽ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ഷൻ. ഈ ബ്രിക്ക് വർക്കിന്റെ എത്ര ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വേണം, അതിന്റെ കോസ്റ്റ് എത്ര വരും, അങ്ങനെ ഓരോ ഐറ്റവും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഞാൻ പറഞ്ഞ കണക്ക് ഓരോ വർക്ക് ഇപ്പൊ കണ്ടോ, ഇത് ലാൻഡിന്റെ കോസ്റ്റ്, ഇത് ലാൻഡ് ലെവൽ ചെയ്യാനുള്ള കോസ്റ്റ്, ഇവിടെ എന്തായിരുന്നു നമ്മുടെ പ്ലാനിങ്ങിന്റെ കോസ്റ്റ്, എർത്ത് വർക്ക് എക്സ്കവേഷന്റെ കോസ്റ്റ്, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ്, അങ്ങനെ ഈച്ച് ഇൻഡിവിജ്വൽ കോസ്റ്റ് നമ്മൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ അതിനെയാണ് യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് വർക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് വർക്ക് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുക. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ചെയ്യാനായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. പറഞ്ഞത് മനസ്സിലായോ? Yes, sir. Yes, sir. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് allocation of joint cost. Allocation of joint cost. സോ ഇവിടെ നമുക്ക് എന്താണ് ഒരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നമ്മൾ പല ഭാഗങ്ങളായിട്ട് തിരിക്കും. ഫോർ എക്സാമ്പിൾ ദാണ്ടെ ലേബർ ചാർജ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ലേബർ ചാർജ് നമുക്ക് ഇത്ര രൂപ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 80,000 rupees ലേബർ ചാർജ് വന്നു. ഇനി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയൽസും സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും കൂടി നമുക്കൊരു 2 lakh rupees ചെലവായി. ഇനി കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില എക്യുപ്മെന്റ്സ് നമ്മൾ റെന്റിന് എടുക്കേണ്ടി വരും, ചില നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ്.
കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ അപ്പോൾ സൈറ്റ് എഞ്ചിനീയേഴ്സ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഫോർമാൻ, പിന്നെ നമ്മുടെ വാച്ച്മെൻസിനൊക്കെ ഗേറ്റ് കീപ്പേഴ്സ് അല്ലെങ്കിൽ വാച്ച്മാൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ള ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മാറ്റിവെക്കും. പിന്നെ ജനറൽ ഓഫീസ് ഓവർഹെഡ്സ്, അങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ച് എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് അലൊക്കേഷൻ ഓഫ് ജോയിന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ലേബറിന് ഇത്രയും ചാർജ്. ഇപ്പൊ നമുക്ക് ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേബേഴ്സ് ഉണ്ടാവും. എർത്ത് വർക്ക് എക്സ്കവേഷൻ വരുന്ന ലേബറിനെ കൊണ്ടല്ല നമ്മൾ എന്തിന്റെ ബ്രിക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേബേഴ്സ് ഉണ്ടാവും. മേസൺസ്, അങ്ങനെ കൂലീസ്, അപ്പോൾ അങ്ങനെ എല്ലാ ലേബേഴ്സിനും കൂടെയുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ രീതിയിൽ യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിനകത്ത് നമ്മൾ ഇങ്ങനെയല്ല എടുക്കുന്നത്. നമുക്ക് ഓരോ വർക്കിന്, ഇപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇത്ര കോസ്റ്റ് ആണ്, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇത്ര കോസ്റ്റ് ആണ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓരോ വർക്കിനായിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയല്ല, ഇൻ ടോട്ടൽ ടോട്ടൽ ലേബർ കോസ്റ്റ്, ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്, ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഈ യൂണിറ്റ് കോസ്റ്റ് ഫോർ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിനകത്ത് നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് എങ്ങനെയാണോ പ്രൊസീഡ് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മളിവിടെ എസ്റ്റിമേറ്റ് പറയുന്നത്. എർത്ത് എക്സ്കവേഷൻ, ഫൗണ്ടേഷൻ, ആ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ പ്രോസസ് എങ്ങനെ നടക്കുന്നു ആ രീതിയിലാണ് ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ്സ് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ് കോസ്റ്റ് മോഡലിംഗ്. അപ്പോൾ ഇത് ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് എടുക്കുന്നതെന്നുള്ള ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ പറയുന്നത്. സോ കോസ്റ്റ് മോഡലിംഗ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് ആന്റിസിപ്പേറ്റഡ് കോസ്റ്റ് വിത്ത് വെരി ലിറ്റിൽ പ്രോജക്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ. Anticipated costs with very little project specific information. ഇനി ജസ്റ്റ് അപ്പോ എന്താ ചെയ്യുക, ഇപ്പൊ എനിക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു റിക്വയർമെന്റ് ഉണ്ടാവും. ഇത്ര നമ്പർ ഓഫ് ഷോപ്സ് അതിനകത്ത് വേണം. അതിനകത്ത് ഷോപ്സ് മാത്രമല്ല, എന്തെങ്കിലും ഗെയിമിംഗ് സോൺസ് ഉണ്ടെങ്കിൽ ഗെയിമിംഗ് സോൺസിന് ഇത്ര സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തിയേറ്റേഴ്സിന് ഇത്ര സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഒരു ഓണറിന് അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് വാട്ട് ഈസ് ദ വിഷൻ ഫോർ ദ ഫെസിലിറ്റി, സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രോജക്ട് ഡേറ്റ, produce benchmarking information that allows development of accurate quantities and cost of the project. അപ്പോൾ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാണ്. അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ നിയർ ബൈ പ്രോജക്ട്സ്, ഇപ്പൊ തൊട്ടടുത്ത് നമുക്ക് ഏതെങ്കിലും സിമിലർ പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയി, അത് വെച്ചിട്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒരു ആവറേജ് എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ബിക്കോസ് നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന് യൂസ് ചെയ്ത അതേ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അവര് ചെയ്ത അതേ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ സിമിലർ ആണോന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യാം വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പൊ നമുക്കൊരു ആവറേജ് കാര്യങ്ങളെ നമുക്കിവിടെ കിട്ടുള്ളൂ. ഇനി വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് കോസ്റ്റ് മോഡലിംഗ്? സോ ഇറ്റ് ഈസ് an effective way to define the quantities on a job more efficiently, which translates to superior information and accounts for cost more accurately. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ്, ഒരു പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, നമുക്ക് ഒരു പുതിയ പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ചെലവാകും, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് വേണം, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേബേഴ്സിന് നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എക്യുപ്മെന്റ്സ് വേണോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈസി ആയിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ന്യൂ ടെക്നോളജീസ് ഇൻ കൺസ്ട്രക്ഷൻസ് അഡോപ്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് കോസ്റ്റ് മോഡലിംഗ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലുള്ളത്. ജസ്റ്റ് ഇതൊക്കെ ഒരു വട്ടം 1-2 തവണ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സെക്കൻഡ് മോഡ്യൂളിൽ. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ
കൂടുതലും ചോദിക്കാനുള്ളത് ഹൗ ബിൽഡിംഗ് ഷേപ്പ്, ഹൈറ്റ് ആൻഡ് എൻവലപ്പിംഗ് ഏരിയ അഫക്ട് ദ കോസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് എ സ്ട്രക്ചർ. എന്തായിരുന്നു ബിൽഡിംഗ് ഷേപ്പ്? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു സ്ക്വയർ ബിൽഡിംഗ് ആണോ റെക്ടാങ്കുലർ ബിൽഡിംഗ് ആയിരുന്നു നമുക്ക് കൂടുതലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്? ഓർക്കുന്നുണ്ടോ? സ്ക്വയർ ബിൽഡിംഗ് ആണോ റെക്ടാങ്കുലർ ബിൽഡിംഗ് ആണോ, ഏത് ബിൽഡിംഗ് ആണ് നമുക്ക് കൂടുതലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്? സ്ക്വയർ ബിൽഡിംഗ് ആണ് സ്ക്വയർ ബിൽഡിംഗ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ബിക്കോസ് സ്ക്വയർ ബിൽഡിംഗിന്റെ പെരിമീറ്റർ കുറവാണ് കമ്പയറിംഗ് ടു റെക്ടാങ്കുലർ ബിൽഡിംഗ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് മോഡ്യൂളിൽ. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ, നിങ്ങൾ നാളെ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ പോകുമ്പോഴും അവിടെ എന്ത് ചെയ്യണം? മാക്സിമം സ്ക്വയർ അഡോപ്റ്റ് ചെയ്യാം. പിന്നെ അത് കണക്കിന് ഹൈറ്റ്, എൻവലപ്പിംഗ് ഏരിയ, പിന്നെ സ്ട്രക്ചറൽ എലമെന്റ്സ്, ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്. ഇവിടെ നമുക്ക് വേണ്ട ഓപ്പണിങ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മിനിമം ഓപ്പണിങ്സ്, വിൻഡോയുടെയൊക്കെ ഓപ്പണിങ്സ് എത്ര വേണം എന്ന് നമ്മളിവിടെ പറഞ്ഞു. പിന്നെ പറയുന്നതാണ് സർവീസ് ഫിനിഷസ്. സർവീസ് ഫിനിഷസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഈ സ്കൂൾ ബിൽഡിങ്സും കോളേജ് ബിൽഡിങ്സും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനാണ്. സ്കൂൾ ബിൽഡിങ്സിനാണെങ്കിൽ നമ്പർ ഓഫ് ക്ലാസ് റൂംസ് ആയിരിക്കും, ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് സർവീസ് ഫിനിഷസിനകത്ത് വരുന്നത്. പിന്നെ കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്റ്റഡ് ഫെസിലിറ്റീസ്. ജസ്റ്റ് 1-2 തവണ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ് അയച്ചു തരാം. ജസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ തിയറി മാത്രമേ ഉള്ളൂ, പ്രോബ്ലംസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ പറയാം. ഓക്കെ. അതിനു മുന്നേ ഇപ്പം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുവരെ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് മനസ്സിലായില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.